നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ നടന്ന 11ാം റൗണ്ട് പോരാട്ടത്തിൽ അൽ നസറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് അൽ ഖാദിസിയ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ ഗോളിലൂടെ മുന്നിലെത്താൻ അൽ നസറിന് കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് 2 ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വരികയായിരുന്നു. അങ്ങനെയാണ് ഈ സൗദി അറേബ്യൻ ലീഗ് സീസണിലെ ആദ്യത്തെ തോൽവി അൽ നസറിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. മത്സരത്തിൽ ഒരുപാട് ഗോളവസരങ്ങൾ അൽ നസറിന് ലഭിച്ചിരുന്നു, എന്നാൽ അതെല്ലാം അവർ പാഴാക്കി കളയുകയായിരുന്നു. ഏതായാലും ഈ തോൽവിയെക്കുറിച്ച് അൽ നസറിൻ്റെ പരിശീലകനായ സ്റ്റെഫാനോ പിയോലി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് തോൽവിയുടെ ഉത്തരവാദിത്തം അത് എല്ലാവർക്കുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിജയിക്കുന്നതിൻ്റെ ക്രെഡിറ്റും അങ്ങനെ തന്നെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിയോലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരു ടീമാണ്, പ്രശ്നങ്ങൾ ഞങ്ങൾ വിഭജിച്ച് നൽകാറില്ല. ഞങ്ങൾ ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ഒരുമിച്ചായിരിക്കും. തോൽവിക്ക് ഒരു പ്രത്യേക താരത്തെ മാത്രം എടുത്ത് കുറ്റപ്പെടുത്താൻ ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടത് ഞങ്ങളുടെ മാത്രം മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. ഒരുപാട് ഗോളവസരങ്ങൾ ലഭിച്ചിട്ടും അത് മുതലെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, ഞങ്ങൾ ആ വഴങ്ങിയ 2 ഗോളുകൾ അതൊരിക്കലും വഴങ്ങാൻ പാടില്ലാത്തതായിരുന്നു. ഇതാണ് മത്സരശേഷം പിയോലി പറഞ്ഞിട്ടുള്ളത്. ഈയൊരു ലീഗിലെ ആദ്യ തോൽവിയാണ് ഇപ്പോൾ അൽ നസർ വഴങ്ങിയിട്ടുള്ളത്. 22 പോയിൻ്റുള്ള അവർ പട്ടികയിൽ ഇപ്പോൾ 3ാം സ്ഥാനത്താണുള്ളത്. ഇതേ പോയിൻ്റുള്ള അൽ ഖാദിസിയ പോയിൻ്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തും വരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.